ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ നമ്മുടെ ജെന്റിൽമാനെ കണ്ടിട്ട് കുറച്ച് നാളായിട്ടോ. അവന്റെ പാട്ട് മിസ് ചെയ്യുന്നുണ്ടേ. അതിന് MJ ഞങ്ങൾ ഇവിടെ വേണമായിരുന്നു. ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ വന്നു. ഇതിന്റെ ഇടയ്ക്ക് ഇനി മേലെ കറങ്ങിയടിക്കാൻ പോവരുത്. ഓക്കെ, വല്ലപ്പോഴല്ലേ വേണ്ട, പോണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി, എങ്ങോട്ടും പോണ്ട. പ്ലീസ് എക്സ്ക്യൂസ് മീ. ഓക്കെ, ഒറ്റ പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചു. അതെ, ഈ സാമുവൽ എന്നൊക്കെ ഉള്ള പേരില്ലേ, അതിനെ പഴയ കാലത്ത് നമ്മുടെ മലയാളത്തിൽ സമൂവേലൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവനെ നമുക്ക് സമൂവേലൻ എന്ന് വിളിക്കാം. സമൂവേലൻ പുതിയ പേരുമായി. അപ്പൊ സമൂവേലിനെ വിളിച്ചാട്ടെ. യെസ്, ലെറ്റ്സ് വെൽക്കം നമ്മുടെ സമൂവേലൻ സാം കുട്ടൻ ഓൺ സ്റ്റേജ്. MJ സാറുമായിട്ട് കോമ്പിനേഷൻ ആണല്ലോ, ഗ്രീൻ ഗ്രീൻ ഉണ്ടല്ലോടാ, മിടുക്കനായിട്ടുണ്ട്. മുടിയൊക്കെ നന്നായിട്ട് വളർന്ന് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഇത് മഷ്റൂം ആണോ? മഷ്റൂം ചുമ്മാ സാധാ നോർമൽ ആയിട്ട്. നോർമൽ, പക്ഷെ സാധാ നോർമൽ ആയിട്ട് തോന്നുന്നില്ലല്ലേ? സൈഡ് ഫുൾ എടുത്തിട്ട്. അപ്പൊ മിലിറ്ററി കട്ടാണ് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് എന്ത് കസ്റ്റമൈസ്ഡ്, കസ്റ്റമൈസ്ഡ് ഹാഫ് മുള്ളറ്റ്, മുള്ളമ്പന്നി പോലെ ഉണ്ടെന്നാ പറഞ്ഞു. അതൊരു കട്ടിന്റെ പേരാണ്. മുള്ളറ്റാ? പിന്നെ ഞാനേ തുണിക്കട തൃപ്പൂണിത്തറയിലാ പോയേ. അപ്പം ഞാൻ 4-5 തുണിക്കട കയറി. എല്ലാ തുണിക്കടയിലും കിഡ്സിന്റെ സെക്ഷനിൽ മീനൂട്ടി ചേച്ചിന്റെ കുഞ്ഞുനാളത്തെ ഫോട്ടോ ഉണ്ട്. മീനൂട്ടിയെ ഭിത്തിയിലൊട്ടിച്ചു പടമാക്കി. പറഞ്ഞ പോലെ മീനൂട്ടിയാണ് ഇവിടുത്തെ ഐശ്വര്യം. ഞാൻ ഓട്ടോക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 വർഷത്തിനാ ഞാൻ എയർക്രാഫ്റ്റ് വാങ്ങിക്കും, ഫ്ലൈറ്റ് മേടിക്കും, പ്രൈവറ്റ് ജെറ്റ്. പക്ഷെ മീനുട്ടി ആദ്യം കയറണം. ഞാൻ കേറിയിരിക്കും. സാംസങ് എന്തോ പാട്ടേതാ? ചന്ദ്രബിംബം നെഞ്ചിലേറ്റും. പുള്ളിമാനെ. ക്ലാസിക് സോങ്. അതെ, ഒന്നൊന്നര പാട്ട്. അത് അത്ര ഇഷ്ടമാണ് ആ പാട്ടിനോട്. ലിറിക്സും അതെ, ട്യൂണും അതെ, പാടിയ വിധം അതെ, എല്ലാം. തമ്പി സാറല്ലേ? ആഹാ. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനെ. ആഹാ. ഈ ചന്ദ്രനെ പറ്റിയുള്ള ഒരുപാട് പാട്ടുകൾ, എത്രയോ പാട്ടുകൾ ഇതുപോലെയാണ്. ചന്ദനച്ചോലയിൽ നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ. അത് അവിടെ ഇത് പുള്ളിമാനാണ്, അത് ഇളമാൻ കിടാവാണ്. പിന്നെ ചന്ദ്രന്റെ പ്രഭയിൽ ചന്ദനമഴയിൽ, അങ്ങനെ ഒരു പാട്ടുണ്ട്. പെണ്ണിലാ ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ. അങ്ങനെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ ചന്ദ്രന്റെ പാട്ടുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട്. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. മനസ്സിലായി? ചന്ദമാമ, അങ്ങനെയുള്ള അമ്പിളി താമരക്കുമ്പിളിലെന്തുണ്ട്, എത്രയോ പാട്ടുകളല്ലേ. അപ്പൊ ചന്ദ്രന്റെ പാട്ടുകൾ കണ്ടുപിടിക്കണേ. അതുപോലെ വളരെ മനോഹരമായ ഒരു ചന്ദ്രന്റെ പാട്ടാണ് ഇത്. ബാബുക്കട. അപ്പൊ പഠിക്കോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, നീ എന്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ, നിൻ കണ്ണിലെന്റെ കൊമ്പു കൊണ്ടതെങ്ങിനാണ്?
മനസ്സെന്ന പുഴയിൽ ഞാൻ കുളിച്ചുവല്ലോ. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എന്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? കുടകിലെ വസന്തമായി വിടർന്നവൾ നീ, എൻ കരളിന്റെ പുത്തരിയായി നിറഞ്ഞവൾ നീ, എന്റെ ലോകമാനം പോലെ വളർന്നുവല്ലോ. എൻ ഹൃദയം തിങ്കളെ പോ തെളിഞ്ഞുവല്ലോ. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എന്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? ആഹാ മിടുകൻ. ആഹാ വാട്ട് എ മെലഡി. സാൻകുട്ടാ, എന്ത്? ഇപ്പൊ ഉണ്ണിച്ചേട്ടൻ പറയായിരുന്നു, അതായത് നീ എന്ത് പാടിയാലും ഒരു സോൾ ഉണ്ടാവും. അത് ഉണ്ണിച്ചേട്ടൻ അത് പറയുമ്പോഴത്തേക്കും അത് വലിയൊരു ഓണറാണ്. താങ്ക് യു. അത് നമുക്കെല്ലാം ഫീൽ ചെയ്യുന്ന കാര്യമാണ് അല്ലെ ക്യാപ്റ്റൻ? യെസ്. ഈച്ച് ആൻഡ് എവറി ടൈം, എപ്പോഴും, നിരന്തരം, എല്ലായ്പ്പോഴും, എവിടെയും അത് നിനക്കുണ്ട് എന്നുള്ളത് നിന്റെ ഒരു മാജിക്കാണ്. താങ്ക് യു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എന്റെ നെഞ്ചിൽ തുള്ളി വന്നതെന്തിനാണ്? കാളിദാസൻ കണ്ടെടുത്ത കണ്ണിമാനേ നിൻ കണ്ണിലെന്റെ കൊമ്പു കൊണ്ടതെങ്ങിനാണ്? ഈ പാട്ടിന്റെ സെലക്ഷൻ അല്ലേ, ഉണ്ണിച്ചേട്ടൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഹമ്മിങ് ഒക്കെ ഉണ്ണിച്ചേട്ടൻ പാടുന്നു. ഉണ്ണിച്ചേട്ടൻ ആ ഹമ്മിങ് ഒന്ന് ഉണ്ണിച്ചേട്ടന്റെ ശബ്ദത്തിൽ കേൾക്കാം. ആ തീർച്ചയായിട്ടും. എനിക്ക് വാസ്തവത്തിൽ ഈ പാട്ട് ഹൃദയത്തോടടുത്ത് നിൽക്കുന്ന പാട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോമ്പറ്റീഷൻസിൽ പണ്ട് പാടിയതൊക്കെ ഓർമ്മ വന്നു. ഇപ്പോൾ വേദിയിൽ ഇപ്പം കോമ്പറ്റീഷൻ പാടുമ്പോൾ സ്കൂൾസ് കോളേജസിലൊക്കെ അത് പാടിയ ഓർമ്മ വന്നു. ഇപ്പം അതുമാതിരി പാടാൻ പറ്റുമോ അറിയില്ല, ശ്രമിച്ചു നോക്കാം. വിന്റേജ് ഉണ്ണിച്ചേട്ടനെ കേൾക്കാൻ പറ്റി ഇപ്പൊ. അതൊക്കെ ഒരു വല്ലാതെ നോസ് ടു സോങ്സ്. അതൊക്കെ ഇത് പാട്ട് മാത്രമല്ല, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഈക്വലി നമ്മുടെ ക്ലോസ് ടു ദ ഹാർട്ടാണ്. അതാണ് എല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മുടെ മനസ്സിലുള്ളത്. യെസ്. എ.ആർ. റഹ്മാന്റെ അച്ഛൻ R.K. ശേഖറാണെന്ന് തോന്നുന്നുണ്ട്. അതെ അതെ, R.K. ശേഖർ സാറാണ് ഇതിന്റെ ഓർക്കസ്ട്രേഷൻ. ഹരി റിമാർക്കബിൾ ആയിട്ട് വെച്ചേട്ടാ. ഹരി ഹൈലൈറ്റ്, ചരണത്തിന്റെ എൻഡിലുള്ള ഹൈലൈറ്റ് ആയിരുന്നു. ഇത് കേട്ടപ്പോ എനിക്ക് തോന്നുന്നത് ഗുണസിംഗ് സാറാണ് അത് വായിച്ചിരിക്കുന്നത്. കാരണം നാഥ നീവരും കാലൊച്ചലും ഇതുപോലുള്ള ചില മൂവ്മെന്റ്സ് ഉണ്ട്. അത് അദ്ദേഹം ഓർക്കസ്ട്രേഷൻ ചെയ്ത ഗുണസിംഗ് സാറാണ്. അപ്പൊ അത് ഹരി ഒരു സല്യൂട്ട് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെയും അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്, അതിലൊരു ആർട്ടിസ്റ്റ് ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഞാൻ ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നത്. അത് പാട്ടിന്റെ ഇടയിലെല്ലാം വരുന്നുണ്ട്. ഒരു ഫ്ലാഷേ ഉള്ളു. അത് ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാമോ? വാട്ട് എ മൊമെന്റ്. സെക്കൻഡ് ബീജിയം നീല് വന്ന അത് ഭയങ്കര രസമുണ്ട്. നോട്ട്സ് ക്യാൻ ക്രിയേറ്റ് മാജിക്. മജീഷ്യൻ ഓൺ ദ ഫ്ലൂട്ട് അല്ലേ സാംകുടാ? എന്തോ പിന്നെന്ന് വെച്ചാ കൊറേ ഭാഗങ്ങൾ ഭയങ്കര രസമായിട്ട് ഭയങ്കര മെലോഡിയസ് ആയിട്ട് വന്നു കേട്ടോ. ഈ മനസ്സെന്ന പുഴയിൽ ഞാൻ കുളിച്ചുവല്ലോ. എൻ ഹൃദയം തിങ്കളെപ്പോൽ തെളിഞ്ഞുവല്ലോ. അതെല്ലാം നന്നായല്ലോ. വളരെ വളരെ നന്നായല്ലോ. പിന്നെ
ടെമ്പോ ഈ മയക്കുന്ന എന്നുള്ള സംഗതിയില്ലേ ഓ. അത് കോൺടാക്സ്റ്റ് ആയിട്ട് വന്ന നന്നായിരിക്കും. ഓ. കമോൺ. മയക്കുന്ന മയിൽപീലി സമത്തിന് വരണം. ഓ. മയക്കുന്ന അവിടെ കുറച്ചൊന്ന് റിട്ടാർഡ് ചെയ്യുന്നുണ്ട് ടെമ്പോ. ഓ. കറക്റ്റ് കോൺടൈസേഷന് പാടിയത് നന്നായിരിക്കും. ഓ. നമുക്ക് മയക്കാം, പക്ഷെ ഒരുപാട് മയക്കി കഴിഞ്ഞാൽ ടെമ്പോ കുറച്ചൊന്ന് ഓ. അതൊന്ന് റീസെറ്റ് ആക്കിയാൽ മതി. ഓ. കേട്ടോ, അത് ശ്രദ്ധിക്കാം. ഒരു ഗസൽ മൂടാക്കിയത് അത് കൊള്ളാമായിരുന്നു. അത് പക്ഷെ എനിക്ക് കുറച്ചും കൂടെ അങ്ങനെയാണെങ്കിൽ ചിലപ്പോ എന്റെ മാത്രം ഇഷ്ടമായിരിക്കും അങ്ങനെ. ആ. അത് അങ്ങനെ നോക്കാം. പിന്നെന്ന് വെച്ചാൽ കുറുമ്പുണ്ട് ഈ പാട്ടില്, ആ. മനസ്സിലായില്ലേ? ആ. ആ കുറുമ്പ് കുറച്ചും കൂടെ വരാം. എന്തിനാണ് അവിടെ കുറുമ്പാണ്. ഓ. അപ്പൊ നമ്മൾ സീരിയസ് എന്തിനാണ് എന്ന് പറയാ, അത് പ്ലെയിൻ ആയി പോകും ആ. അല്ലേ? അപ്പൊ അത് പഠിക്കേ. തുള്ളി വന്നതെന്തിനാണ് എന്തിനാണ് എന്തിനാണ് എങ്ങിനാണ് എങ്ങിനാണ് അതിങ്ങനെ എറിയണം. ഓ. മീനുട്ടിക്ക് ഒന്ന് എറിഞ്ഞു കൊടുത്തേ. എങ്ങിനാണ് കിട്ടിയോ മീനുട്ടി? കിട്ടിയില്ലേ? കുറച്ചും കൂടെ എറിഞ്ഞോ? എങ്ങിനാണ് അത് ഭയങ്കര ത്രോവായി പോയി. ഇങ്ങനെ അപ്പൊ ഈ കുറുമ്പ് ശ്രദ്ധിക്കണം. ഇപ്പൊ മയക്കുന്ന മയിൽപീലി മിഴിയിണകളിലും മന്മഥന്റെ മലരമ്പിൻ ആവനാഴികൾ എന്ന് പറയുന്നിടത്തും ഒരു കുറുമ്പ് വേണം. അപ്പോഴാണ് ഇതിൽ മൊത്തം കുറുമ്പിന്റെ ഒരു കുറവ് ഉണ്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംകുട്ടൻ കുറുമ്പനല്ലാത്തോണ്ടാ. നമുക്ക് ഒരു സ്വഭാവമുണ്ട്, അതുകൊണ്ട് സ്വഭാവം നമുക്കുണ്ട്. പക്ഷെ പാട്ടിൽ വരുമ്പോഴത്തേക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്വഭാവം അല്ല നമ്മൾ പ്രകടിപ്പിക്കുക. അവിടെ ആ സിനിമയുടെ ക്യാരക്ടേഴ്സ് ഒരു മേക്ക് ബിലീഫ് അല്ലേ? അപ്പൊ ആ കുറുമ്പൻ ആയിട്ട് അവിടെ മാറണം. അപ്പോഴാണ് സാംസങ് സോണി ഒരു റിയൽ ആർട്ടിസ്റ്റ് ആവുന്നത്, റിയൽ പാട്ടുകാരനാവുന്നത്. ഈ പ്ലേബാക്ക് സിംഗേഴ്സ് എല്ലാം ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് പാടുന്നത് അല്ലെ ഉണ്ണിച്ചേട്ടാ? ആക്ച്വലി വോയിസ് കൊണ്ടുള്ള ആക്ടിംഗ് ആണ് പാട്ട്. അതാണ് Yes. അതാണ് അത് ഉണ്ടാവണം. അതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പാട്ട് വളരെ മെലോഡിയസ് ആയിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സാംസങ് സോണിയുടെ ഒരു പെർഫോമൻസിന്റെ ടേക്ക് അവേ. അത് അങ്ങനെ നന്നായിട്ട് പോകട്ടെ. സാംസോണിക്കുട്ടൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് പാട്ടായാലും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്നറിയാം. ഈ പാട്ടിലുണ്ടായി. പാട്ട് നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട പാട്ടായോണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കിരുന്നു എന്തൊക്കെയാണ് മോൻ പാടുന്നത്. പക്ഷെ അത് ശരിക്കും ആ സോൾ വേദിയിൽ കൊണ്ടുവന്നു. അതിന് ഒരു ഹാറ്റ്സ് ഓഫ് ടു യു. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, മോനൊക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പാട്ടാണ്. പക്ഷെ അതിൻ്റെയും സോൾ കൊണ്ടുവരാൻ സാധിച്ചല്ലോ. അതിൻ്റെ ആഴങ്ങളിലേക്ക്, ട്യൂണിൻ്റെയും ലിറിക്സിൻ്റെയും ഒക്കെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് ഭംഗിയാക്കാൻ നല്ലൊരു ശ്രമം നടത്തി. മോന്റെ വോയിസ് ഇപ്പം മാറി വരുന്ന സമയമാണ് അല്ലേ? ശരിക്കും മാറിയോ? മുഴുവൻ മാറിയോ? ഇല്ല മാറിയിട്ടില്ല. ഇപ്പൊ മധുസാറും പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു മാറി തുടങ്ങുന്നുണ്ട് അല്ലേ? ശരിക്കും മാറിക്കഴിഞ്ഞ് വരുന്ന സമയത്ത് മോന്റെ ശബ്ദം ഭയങ്കര അട്രാക്റ്റീവ് ആവും. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് പാടിയത് വളരെ മനോഹരമായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഗുഡ് ലക്ക്. സാംസോണി എന്തോ നല്ല രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാനും കാണാനും. ഭയങ്കര ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ആ പാട്ടിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നിങ്ങനെ പാടാൻ വേണ്ടി ശ്രമിച്ചതുപോലെ തോന്നി. അത്ര ഇൻവോൾവ് ആയിരുന്നു. നല്ല സോൾഫുൾ ആയിരുന്നു പാട്ട്. എനിക്ക് ആകെ തോന്നിയത് ആ ഹൈ എത്തുന്ന പോർഷൻസ് കുറച്ച് സ്ട്രെയിൻ ആണെന്ന് തോന്നി. അത് ഈ ശബ്ദം മാറുന്നതിന്റെ പിച്ച് കുറക്കുവാണെങ്കിൽ ഇനിയും കുറക്കാൻ പറ്റില്ല. ഇനിയും കുറച്ച് കഴിഞ്ഞാൽ മറ്റേ പുള്ളിമാനെ അവിടെ പോവും. അപ്പൊ കറക്റ്റാ കേട്ടോ, കറക്റ്റ് ചോയ്സ്. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയത് എപ്പോഴും പറയുന്നതാണ്, ആ പോസ്ചർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മിടുക്കനായിട്ട് പാടുന്നുണ്ട്, പക്ഷെ ഹൈ പാടുമ്പോഴത്തേക്ക് കഴുത്തിങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ ആവണുണ്ട്. അത് കുറച്ച് കഴിയുമ്പം സ്ട്രെയിൻ ആവും. അതിപ്പോ കുഴപ്പമുണ്ടാവില്ല,
പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ സ്ട്രെയിൻ ആവും. ആക്ച്വലി നമ്മൾ വിചാരിക്കും ഹൈ പാടുമ്പോൾ ഇത് മേളിൽ എന്തോ കിട്ടാൻ വേണ്ടി പാടുന്ന പോലത്തെ ഒരു എന്തോ ഒരു സാധനമാണെന്ന് വിചാരിക്കും. പക്ഷെ എല്ലാം ഒരേ സ്ഥലത്തുനിന്നാ വരുന്നത്. ഹൈ പാടാൻ വേണ്ടിട്ട് ആ ഒരു ആര്യ നമ്മള് വിചാരിക്കും ഇത് ഇങ്ങനെ പാടാൻ വേണ്ടിട്ട് ഇങ്ങനെ ആക്കുകയെന്ന്. അതല്ല, നമുക്ക് സ്ട്രെയിൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്. സ്ട്രെയിൻ വരാൻ പാടില്ല. അങ്ങനെ പിടിച്ചാൽ ശരിയാവും. അതെ അതെ അതെ. അപ്പൊ അത് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ കുറെ കറക്റ്റ് ആവും. ഓക്കെ, മിടുക്കനാണേ. അതിന് എന്ത് ചെയ്യണം അറിയോ? കറക്റ്റ് ടെക്നിക്കലി പാടുന്ന ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ശ്രേയ ഘോഷാൽ ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. യെസ്, ഷീ ഡസന്റ് സ്ട്രെയിൻ ഹെർസെൽഫ് അറ്റ് ഓൾ. കറക്റ്റ് ടെക്നിക്കലാണ് അവർ പാടുന്നത്. അത് ഒരുപാട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഡു വണ്ടേഴ്സ്. അപ്പൊ മിടുക്കനാണേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതുപോലെ ബാബുക്കയുടെ പാട്ടുകളിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പായുന്ന മായിലോട്ടുള്ള അത് ഒരുപാട് പാട്ടുകളുണ്ട്. ഇത് വരും ആ നിമിഷം അല്ല അങ്ങനെ വരും. മിക്കവാറും അനുപല്ലവിയിലായിരിക്കും വരണേ. അപ്പൊ ഇതൊരു ക്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ക്ലൂ ആണ്. ഇനി ബാബുക്കയുടെ പാട്ടുകൾ കേട്ടു നോക്കണം, ഭയങ്കര രസമാണ്. അപ്പൊ അത് ആസ്വദിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് പറഞ്ഞാട്ടോ. ഇതിലെ മറ്റേ മന്ദഹാസമഴയിൽ ഞാൻ നനഞ്ഞു അല്ലോ അവിടെ വരുന്ന മാതിരി അല്ലേ? യെസ്, അത് ഇതൊക്കെ ബാബുക്കയുടെ പാട്ടുകളിൽ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഗസലിഫിക്കേഷൻ. ഒരു പക്ഷേ അദ്ദേഹം നല്ലൊരു ഹാർമോണിസ്റ്റ് ആയതുകൊണ്ട് കൂടിയാവും. അതെ, തീർച്ചയായിട്ടും. അയ്യോ, ഹാർമോണിയം അദ്ദേഹം വായിച്ചിരുന്നത് പറഞ്ഞാൽ അത്രയും മാന്ത്രികമായിട്ടുള്ള വിരലുകൾ എന്നാണ് കേട്ടിട്ടുള്ളത്. അത് അസാധ്യം എന്നാണ്. അത് എങ്ങനെയാണ് പാട്ട് പാടുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാട്ടും അങ്ങനെയാണല്ലോ. ഒരു ഭയങ്കര ഒരു അല്ലേ, നമുക്ക് അതിന്റെ ഒരു 10% കൊണ്ടുവന്നാൽ നമ്മൾ വിജയിച്ചു. പറ്റൂല. അദ്ദേഹം പാടുന്നതിന്റെ 1% സോൾഫുൾ ആണ്. അതാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടുകൾ പലതും ട്രാക്ക് പാടിയത് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സുഖം. അത് പ്രത്യേക ഒരു സോൾ ഉണ്ട് അതിന്, ഒരിക്കലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പോലും വളരെ. അപ്പൊ സാംസങ് മാർക്ക് വേണ്ടേ? വേണം. ഞാനിന്ന് മാർക്ക് തരില്ല. ഞാനും തരുന്നില്ല. എന്താ ചോദിക്കടാ? പാവം സോണിക്കുട്ടനല്ലേ, കൊടുക്ക കുട്ടാ. ഞാൻ തരട്ടെ? എത്ര വേണം? ഇങ്ങനെ ചോദിച്ചാല് പാടിയത് വെച്ചിട്ട് എന്താ തോന്നുന്നത്? അല്ല, മോന്റെ ഒരു ജഡ്ജ്മെന്റ് എന്താ നോക്കട്ടെ. അറിയാലോ, പലപ്പോഴും എല്ലാരും പറയുന്നത് ശരിയാവാറുണ്ട്. അങ്ങനെ എനിക്കങ്ങനെ അത്ര പാട്ടിനെ പറ്റി ബോധ്യമൊന്നുമില്ല. ബോധമുണ്ട്, നല്ല ബോധമുണ്ട്. സ്വന്തം പാടിയത് വെച്ചിട്ട് എന്തായാലും ചോദിച്ചല്ലേ? 96 ചോദിച്ചേക്ക്. 96 ഒന്നുകൂടി കയറ്റി പിടിക്കും. 99. ചാടി അങ്ങോട്ടേക്ക് കുറച്ച് കയറ്റിക്കോ. 99.5. അവിടുന്ന് കേട്ടോ 96 മേളിലേക്ക് പോകാൻ പറഞ്ഞു. 96, 97, കുറച്ചുകൂടെ കേട്ടാം. 97.5, കുറച്ചുകൂടെ 97.75. യെസ്, 97.75 ഔട്ട് ഓഫ് 5. താങ്ക് യു. അടുത്ത പ്രാവശ്യം വരുമ്പം എല്ലാം കേട്ട് സൂപ്പർ ഡൂപ്പർ ആയിട്ട് വരണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.